Hello my dear plant lovers, welcome back to my YouTube channel Nature Diary. എൻ്റെ പേര് വിഘ്നേഷ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇപ്പം നല്ല രീതിയിൽ ജൂൺ മാസം തുടങ്ങി, നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മാസമാണ് ഇനി. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമ്മൾ പ്ലാന്റ്സുകൾ ഹാർഡ് പ്രൂൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഹാർഡ് പ്രൂണിങ്ങിന് തുടക്കത്തിൽ കേൾക്കുന്നവർക്ക് അധികം ഒന്നും മനസ്സിലാകത്തില്ല. ഹാർഡ് പ്രൂണിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ പ്ലാന്റ്സുകൾക്ക് നമ്മൾ ഈ പ്രൂൺ ചെയ്ത് കൊടുക്കണം. എങ്കിലേ ഈ ഒരു സമയം അവർക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്യുന്നത്. അത് ഈ വേനൽക്കാലത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പ്ലാന്റ് കിളിക്കില്ല. മുറിച്ച് കഴിഞ്ഞ് നല്ല രീതിയിലുള്ള ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിലേ ഹാർഡ് പ്രൂണിങ് ചെയ്തിട്ട് പ്ലാന്റ് വളരും. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ അന്തരീക്ഷത്തിൽ തന്നെ നല്ല രീതിയിലുള്ള വാട്ടർ മോളിക്യൂൾസ് ഉള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്യാന്നുണ്ടെങ്കിൽ പ്ലാന്റിന് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, നല്ല രീതിയിലുള്ള ഹ്യൂമിഡിറ്റി കിട്ടും. അപ്പം പ്ലാന്റ് പെട്ടെന്ന് വളർന്ന് കിട്ടും. അതിനാണ് നമ്മൾ ഈ ഹാർഡ് പ്രൂണിങ് ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ് പ്രൂണിങ്ങിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണാൻ ചെറിയ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓളം ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഹാർഡ് പ്രൂണിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ, ഹാർഡ് പ്രൂൺ ചെയ്തുകൊണ്ട് നമ്മുടെ പ്ലാന്റ് നല്ല രീതിയിൽ നമുക്ക് വളർന്ന് കിട്ടും. അതേ കണക്ക് തന്നെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു മഴക്കാലത്ത് നമുക്ക് കുറേ കട്ടിങ്സോളം എടുക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് വളർന്ന് ചെടികൾ കിട്ടുന്നൊരു സമയം കൂടിയാണ് നമ്മുടെ ഈ ഒരു മഴക്കാലം. അപ്പോൾ ഇങ്ങനെ ഹാർഡ് പ്രൂൺ ചെയ്യാൻ പറ്റുന്ന ചെടികളെന്ന് പറയുന്നത് നമ്മുടെ കൊങ്ങിണി ചെടി, അരേലിയ പ്ലാന്റ്സ്, പിന്നെ ബൊഗെയിൻ വില്ല. അപ്പം ബൊഗെയിൻ വില്ലയൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്നത്. ബൊഗെയിൻ വില്ലയ്ക്കൊന്നും ഈ ഒരു സമയം പൂക്കളേ ഉണ്ടാവത്തില്ല. അപ്പം ഇതിനൊക്കെ കുറേ പ്ലാന്റ്സ് നമുക്ക് ഇങ്ങനെ പ്രൂൺ ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഓർക്കിഡ്സ് ഒന്നും നമുക്ക് പ്രൂൺ ചെയ്യാൻ സാധിക്കത്തില്ല. ഓർക്കിഡ്സ് നമുക്ക് പ്രൂണിങ് ഇല്ല. ഓർക്കിഡ്സ് നമ്മൾ നല്ല രീതിയിൽ അതിനെ കെയർ ചെയ്താൽ മാത്രം മതി. അതിൻ്റെ കേടായ ഇലകളൊക്കെ മാറ്റി അതിനെ വൃത്തിയായിട്ട് ആ ഒരു പോട്ടിൽ ചീഞ്ഞ ഇലകളൊന്നും ഇടാതെ എല്ലാം മറക്കി മാറ്റി അതിനെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, അത്രയേ ഉള്ളൂ. ഓർക്കിഡ്സിന് പ്രൂണിങ് ഒന്നും ഇല്ല. അപ്പം ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെയാണ് നമുക്ക് പ്രൂണിങ് ചെയ്യാനായിട്ട് കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതൊക്കെ പ്രൂൺ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇത് കണ്ടോ, ഇതേ കണക്ക് നമ്മൾ ഈ ഒരു നമ്മുടെ ബൊഗെയിൻ വില്ല കണ്ടോ, ഇതേ കണക്കായി മാറിയത് കണ്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ നിന്നതാട്ടോ. ഈ മഴ വരുന്ന സമയങ്ങളിൽ ഇതിനിപ്പോൾ ഇച്ചിരി പൂക്കളൊക്കെ ഉണ്ടെന്ന് പറയും. പക്ഷേ ഇതാ ഇതിന് കണ്ടോ ഒട്ടും തന്നെ പൂക്കളൊന്നും ഇല്ല. എല്ലാതാ കമ്പുകളായിട്ട് നിൽക്കുക കണ്ടോ. മൊത്തത്തിലേ ഒരുമാതിരി കമ്പ് വന്ന രീതിയിലങ്ങ് നിൽക്കുക. ഇത് കാണുമ്പോഴേ ഒരുമാതിരിയായി കണ്ടോ. അതൊക്കെ കണ്ടോ മൊത്തത്തിലേ കമ്പായിട്ടങ്ങ് ഇരിക്കുക. ഇങ്ങനൊരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഹാർഡ് പ്രൂണിങ് ഇതിന് അനിവാര്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഹാർഡ് പ്രൂൺ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ഹാർഡ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണക്കുള്ള ഉണങ്ങിയ തണ്ടുകൾ ഇവിടെ വെച്ചൊക്കെ ഞാനങ്ങ് കട്ട് ചെയ്ത് കളയണം. ഇത് കണക്ക് നമ്മളിവിടെ വെച്ചങ്ങ് ഈ കമ്പുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഈ ഒരു നല്ല രീതിയിലൊക്കെ അങ്ങ് പ്രൂൺ ചെയ്തെടുക്കണം പ്ലാന്റിനെയൊക്കെ. അപ്പോൾ ഇത് കണക്ക് നമ്മൾ പ്രൂൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പ്ലാന്റ് ഇത് ഒരാഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട്, ഏകദേശം ഒരാഴ്ചയൊക്കെ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ വളർന്നു കിട്ടും. ഇത് കണക്കുള്ള ഈ കമ്പുകളൊക്കെ നമുക്കങ്ങ് ഒടിച്ച് ഇതാക്കി കളയാം. നിർത്തിയിട്ട് അധികം ഉപയോഗമൊന്നും നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വെക്കുന്നതിനെക്കാട്ടി നല്ല നമ്മളിതിങ്ങനെ ഒടിച്ചങ്ങ് കളയുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു സൈസ് ഉപയോഗിച്ച് നമുക്കിതിങ്ങനെ പ്രൂൺ ചെയ്തങ്ങ് കളയാം. അപ്പോൾ ഇത് കണക്ക് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല രീതിയിൽ ഈ ഒരു സ്റ്റെമ്മിൽ നിന്നൊക്കെ ഇങ്ങനെ ഈ ഒരൊറ്റ സ്റ്റെമ്മേ ഞാൻ വെക്കാറുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ അതേ കണക്കൊക്കെ ഇങ്ങനെ പ്രൂൺ ചെയ്യാനായിട്ട് ഇതൊക്കെ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രൂൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ അതേ കണക്ക് ഒരാഴ്ച അല്ല 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഇതേ കണക്ക് ഹാർഡ് പ്രൂൺ ചെയ്ത് വെച്ചിരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇപ്പം കണ്ടോ, ഇതിപ്പോൾ ഞാൻ അതാ വെച്ചപ്പോൾ ഇതേ കണക്ക് 2 കോശിശരങ്ങളും 2 കൊമ്പ്, ഇതേ കണക്കുള്ള 2 തണ്ടുകൾ ഇവിടുന്ന് വരുന്ന ഒരു തണ്ടും ഇവിടുന്ന് വരുന്ന ഒരു തണ്ടും തമ്മിൽ മാത്രമേ വെച്ചിരുന്നു. ഇപ്പോൾ ഇതാ ആ തണ്ടുകളിൽ ഇതാ മുള വരുന്നുണ്ടോ, ഇവിടെയൊക്കെ മുള വരുന്നുണ്ടോ. ഇവിടെ എല്ലാം നല്ല രീതിയിലുള്ള മുളകളായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇച്ചിരി മണ്ണിട്ട് കൊടുത്തിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇതങ്ങ് വളർന്ന് കയറും കണ്ടോ. ഇതാണ് ഹാർഡ് പ്രൂണിങ്. ഇതിപ്പോൾ ഞാൻ അതേ കണക്ക് ആക്കി വെച്ചിട്ടുള്ളതാണ്ടോ, കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഫുള്ളും ഞാൻ കട്ട് ചെയ്ത്. അപ്പോൾ ഈ ഒരു കമ്പൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി.
ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെ ഇനി പുതിയ ഇതേ കണക്കുള്ള തൈകൾ ഇതിനകത്ത് ഇത്രയും ഇതിനകത്താവും. അപ്പോൾ അതാണ്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കമ്പുകളൊക്കെ ഈ ബാലൻസ് വരുന്ന ഇതിൽ നിന്ന് മുറിച്ച് കളയുന്ന ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പോട്ടിനകത്തോട്ട് ഇച്ചിരി മണ്ണും വളമൊക്കെ നിറച്ച് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് കുത്തി വെക്കണ്ട, വേറൊരു പോട്ടിനകത്ത് ഇച്ചിരി മണ്ണും കമ്പൊക്കെ നിറച്ച് കുത്തി വെക്കാന്നുണ്ടെങ്കിൽ ഇതും കൂടി വളർന്ന് കിട്ടും. നമുക്ക് അങ്ങനെ കുറേ പ്ലാന്റ്സ് ആക്കി എടുക്കാം. അപ്പോൾ അതാണ് ഇതേ കണക്കാണ് ഹാർഡ് പ്രൂൺ ചെയ്ത പ്ലാന്റ് ഇതേ കണക്ക് നമുക്ക് വളർന്ന് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഹാർഡ് പ്രൂൺ ചെയ്ത് നോക്കുക. ഇതേ കണക്കുള്ള പ്ലാന്റ്സുകൾക്കൊക്കെ ഈ ഒരു ഹാർഡ് പ്രൂണിങ് ഒക്കെ വേണ്ടതാണ്. നമ്മുടെ സിങ്കോണിയം അങ്ങനെയുള്ള കുറേ ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. ഇതേ കണക്കുള്ളതിനൊക്കെ ഹാർഡ് പ്രൂൺ വേണ്ടതാണ്. കണ്ടോ, ഇതേ കണക്കുള്ള ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾക്കൊക്കെ ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കണ്ട് ഇതൊക്കെ ഞാൻ ഹാർഡ് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുള്ളത്. അങ്ങനെ കുറേ പ്ലാന്റുകളും ഉണ്ട് ഹാർഡ് പ്രൂൺ ചെയ്യാനായിട്ട്. ഇവിടെയൊക്കെ ശരിക്കും പ്ലാന്റ്സ് ഇരിപ്പുണ്ട് ഹാർഡ് പ്രൂണിനായിട്ട്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ വീഡിയോകൾ ഇത് കണക്കുള്ള മഴക്കാലത്ത് കൊടുക്കാൻ പറ്റിയ കുറച്ച് വളങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ഇത് കണക്കുള്ള വീഡിയോസൊക്കെ ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തൊക്കെ ഇട്ടേക്കുക. അതായത് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രൂണിങ്ങിനെ പറ്റിയുള്ളൊരു അറിവ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം മഴക്കാലത്ത് നമ്മൾ പ്ലാന്റ്സുകളുടെ സംരക്ഷണ വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക. എന്തായാലും അത് കണ്ടേ പറ്റൂ. ഈ ഒരു മഴക്കാലത്ത് എല്ലാ പ്ലാന്റ് ഗ്രോവേഴ്സും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയും കൂടിയാണത്. അതിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു മഴക്കാലത്ത് നമ്മൾ പ്ലാന്റ്സുകളുടെ കെയറിങ് എന്ന് ഞാൻ പറയുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഓർക്കിഡിൻ്റെ റെയിനി സീസൺ കെയറിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്കും ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ ഓർക്കിഡിൻ്റെ കെയറിങ് മഴക്കാലത്ത് സാധാരണ പ്ലാന്റ്സിനെ വെച്ച് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ഓർക്കിഡ്സിന് നമ്മൾ ചില രീതിയിൽ കെയർ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഓർക്കിഡ് വളരത്തില്ല, അതൊക്കെ നശിച്ച് പോകത്തേ ഉള്ളൂ. കൂമ്പി വെള്ളം വീഴരുത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കിഡ്സിൻ്റെ എല്ലാ എല്ലാ ഓർക്കിഡിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ ഓർക്കിഡ്സിൻ്റെയൊക്കെ കെയറിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനൊക്കെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.